CJP കോക്രോച്ച് ജനതാ പാർട്ടി സംഭവം എല്ലാം കൊള്ളാം. പക്ഷേ ഇത് ഇവിടെ പ്രാക്ടിക്കലി വർക്കാവുക. അതായത് ഇവിടെ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ വിജയിൻ്റെ TVK കണ്ടിട്ടോ അല്ലെങ്കിൽ നേപ്പാളിലോ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായ ഈ സംഭവം എല്ലാം കണ്ടിട്ടാണ് ഈ പിള്ളേർ ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ നമ്മളെ രാജ്യത്ത് ഇന്ത്യയിൽ ഇതൊന്നും അങ്ങനെ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. കാരണം ഒന്നാമത് ഇത് ഓൺലൈനിലുള്ള വിപ്ലവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിപ്ലവം ഇല്ല. ഓൺലൈനിൽ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ തിളക്കാന്നല്ലാതെ ആ സാമ്പാർ കഴിച്ചിട്ട് കൂട്ടിയിട്ട് ഒരു ചോറുണ്ടാന്ന് വെച്ചാൽ ആ സാമ്പാർ അത്ര പെട്ടെന്നൊന്നും വേവൂല. കാരണം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയും എലക്ഷനുകൾ നടന്നിട്ട് ഈ ഇലക്ഷനിലൊക്കെ പൊരുതി എന്ത് തന്നെയായാലും രാജതന്ത്രവും ചാണക്യതന്ത്രവും ചാണകതന്ത്രവും മറ്റേ ഗൊറില്ല യുദ്ധമുറകളും എല്ലാം പ്രയോഗിച്ചിട്ടാണെങ്കിലും BJP സർക്കാരായിട്ട് തന്നെ ഉണ്ട്. ഇത്രയും വലിയ പാർട്ടിയായ അല്ലെങ്കിൽ ഇത്രയും വർഷം പാരമ്പര്യമുള്ള കോൺഗ്രസിന് പോലും ഇവരെ ഒന്നും ഇളക്കാൻ പറ്റുന്നില്ല. അപ്പം പറയുക നമ്മളെ രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണ്, കോൺഗ്രസിൽ നേതാക്കളില്ല. അതുതന്നെയാണല്ലോ വാസ്തവം. ഇന്ത്യയിൽ തന്നെ ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിയോട് നമ്മുടെ പ്രധാനമന്ത്രിയോട് കിടപിടിക്കാനുള്ള അത് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറ സംഭവം നമ്മൾ ഉള്ള പോലെ തന്നെ പറയണം. അതൊക്കെ എൻ്റെ രാഷ്ട്രീയമൊക്കെ വേറെയാണ്. പക്ഷേ ഇന്ന് പ്രസന്റ്ലി ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദിജിയോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ശരിയാണ്, രാഹുൽ ഗാന്ധിക്ക് വളരെ എഡ്യൂക്കേഷൻപരമായിട്ടും ഒരുപാട് കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രം ഭരിക്കാൻ വേണ്ട ചാണക്യ കുടിലതന്ത്രങ്ങളുടെ ഒരു നിലവറയാണ് മോഡിജി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓക്കെ, അദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നടത്തിയൊരു പരാമർശം, അതായത് രാജ്യത്ത് പാറ്റകളെപ്പോലെ കോക്രോച്ചുകളെപ്പോലെ ഒരു പറ്റം യുവാക്കളുണ്ടെന്നും അവർ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ തിരിഞ്ഞു കളിഞ്ഞ് മാടിക്കെട്ടുമായി നടക്കുന്നവന്മാർ സോഷ്യൽ മീഡിയയിലും അതുമല്ലാത്ത മീഡിയയിലൊക്കെ പോയിക്കൊണ്ട് അവർ ചില ആൾക്കാർ ഫേക്ക് ഡിഗ്രിയൊക്കെ ആയിട്ടൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഇരിക്കുന്നതെന്നും അവന്മാരെ കൊണ്ട് നാടിന് ഒരു ഉപകാരവും ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പയ്യൻ അഭിജിത്ത് ദീപ്കെ തുടങ്ങിയ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ നോക്കുമ്പോൾ അങ്ങ് കയറി പിടിച്ചു. അത് കയറി പിടിച്ചെന്ന് മാത്രമല്ല, കയറി കൊളുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ഒതുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. കാരണം 4 ദിവസം 5 ദിവസം കൊണ്ട് BJPയുടെ മൊത്തം ഇൻസ്റ്റാ ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ 17 മില്യണോ 18 മില്യണോ കൂടുതൽ ഇവർ അടിച്ചു കയറി. ഇപ്പോൾ ആസ് ഓൺ ടുഡേ പറയുന്നത് 30 മില്യൺ ആയിട്ടായി. അതുപോലെ തന്നെ അവരുടെ എക്സ് അക്കൗണ്ട്. അപ്പോൾ പല ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ട് ലോക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയിട്ടുണ്ട്. അഭിജിത്ത് അതിൻ്റെ ഫൗണ്ടറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആക്ടാണ്. അതുപോലെ തന്നെ അയാൾക്ക് പല ഭാഗത്തു നിന്നുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ അയാൾക്ക് വരുന്നുണ്ട്. അയാളെ തട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ USA ഉള്ളതെങ്കിൽ കൂടി നിങ്ങൾ അവിടെ വന്ന് തട്ടുമെന്നും, അതുപോലെ തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ CJPക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് BJP ആണ്. BJPയുടെ പല ഹാൻഡിലുകളിൽ നിന്നും ഈ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ മാക്സിമം ഫോളോവേഴ്സ് USA നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെയാണെന്നും ഇതൊന്നും പ്യുവറായിട്ടുള്ള റോ ആയിട്ടുള്ള ഇന്ത്യൻ ഫോളോവേഴ്സ് അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ഒതുക്കാനും അപമാനിക്കാനുമായിട്ട് ഒരു വിഭാഗം സൈബർ നോർമലായിട്ടുള്ള ബുള്ളിങ്ങും അല്ലാതെയുള്ള അവരുടെ ഭാഗത്ത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് വളരെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് ഇപ്പം പല ഭാഗത്തുനിന്നും റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്, ഈ വരാൻ പോകുന്ന ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ബാംഗ്ലൂരോ മറ്റേതോ സ്ഥലത്ത് വെച്ചിട്ട് ഇവർ കോക്രോച്ചുകളുടെ ഒരു സംഘം ഒരു മനുഷ്യചങ്ങല തീർക്കണം എന്നുള്ളൊരു ഐഡിയ പുറത്തു വരാൻ പോകുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി എത്രത്തോളം പ്രാവർത്തികമാകും, നമ്മളെ ഗവൺമെൻറ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം തുടങ്ങാനെന്ന നിലയിലുള്ള സംഭവത്തിലേക്ക് ഗവൺമെൻറ് ഒരിക്കലും അനുവദിക്കില്ല. കാരണം ജെൻസിയാണ് ഒന്നാമത്, യൂത്ത് എന്ന് പറയാൻ പറ്റില്ല, യൂത്തിനെക്കാട്ടും കൗമാരക്കാരാണ് 18 മുതൽ അങ്ങോട്ടേക്കുള്ള ആൾക്കാർ. അപ്പോൾ
ഇവന്മാര് സംഘടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉന്തും തള്ളു പിന്നെ കുപ്പിയേറായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളായി, ഒന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും കാര്യങ്ങൾ. അപ്പോൾ ഗവൺമെന്റ് ഒരു തരത്തിലും ഇങ്ങനെയുള്ള അൺപ്രെഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ആസ് എ ദർ ഈസ് എ ചാൻസ് ഓഫ് പ്രോബ്ലംസ് എന്നുള്ള രീതിയിലുള്ള ഒരു തരം പരിപാടിക്കും ഗവൺമെന്റ് വിൽ നോട്ട് ഗിവ് ദ പെർമിഷൻ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ they will make restrictions, they will make guidelines and they will try to manipulate. അവർ ആ സംഭവം ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ് ഭാഗത്തുണ്ടാവും. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കോക്രോച്ചുകൾ അല്ലെങ്കിൽ സോ കോൾഡ് ലേസി ആയിട്ട് ഇവർ പറയുന്ന ഇവരുടെ പാർട്ടിയിൽ ചേരാനുള്ള 3 ഗുണങ്ങൾ ഇവർ പറയുന്നത്, പിന്നെ ഒന്ന് അൺഎംപ്ലോയിഡ് ആയിരിക്കണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. മേ ബി you don't have the proper education or maybe the system doesn't have a systematic procedure to place you an employment. അങ്ങനെ അവർ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതിന്റെ കാരണം ഞങ്ങൾ ചോദിക്കില്ല, ജാതിയും മതവും നോക്കില്ല എന്ന് പറയുന്നതിന്റെ വേറൊരു രീതിയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയി, വൈ യു ആർ അൺഎംപ്ലോയിഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ദർ ഈസ് നോ വാല്യൂ. യു ഷുഡ് ബി അൺഎംപ്ലോയിഡ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് യു ഷുഡ് ബി ലേസി ബൈ ബോഡി ആൻഡ് ഹെൽത്തി ബൈ മൈൻഡ്. അതായത് നിങ്ങൾ വർക്കൊന്നും ചെയ്യാൻ ലേസി ആയിക്കോട്ടെ, യു ക്യാൻ ബി ലേസി, ഇറ്റ്സ് ഓക്കെ ടു ബി ലേസി, പക്ഷേ നിങ്ങൾ വളരെ ആക്റ്റീവ് മൈൻഡ് ആയിരിക്കണം. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ആൻഡ് ദ തേർഡ് പോയിന്റ് ദേ ഷുഡ് സേ ദാറ്റ് ദ ക്രൈറ്റീരിയ ഫോർ യു ഷുഡ് ബി എ കോക്രോച്ച് ഈസ് യു ഷുഡ് ബി ഓൺലൈൻ മിനിമം 11 hours. 11 മണിക്കൂർ ഒരു ദിവസം ഓൺലൈനിൽ ഉണ്ടായിക്കൊള്ളണം എന്നുള്ള വേറൊരു നിബന്ധനയും കൂടിയാണ്. ഈ 3 ചെറിയ നോർമൽ ആയിട്ടുള്ള നിബന്ധനയാണ് നമ്മുടെ കോക്രോച്ച് കൂട്ടം മുന്നോട്ട് വെച്ചിട്ടുള്ള കോക്രോച്ച് ആകാനുള്ള ഒരു യോഗ്യതയായിട്ട് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവരെ മാനിഫെസ്റ്റോ വളരെ അട്രാക്റ്റീവ് ആണ്. അവർ പറയുന്ന 5 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അതുപോലെ തന്നെ CJP മാനിഫെസ്റ്റോയിൽ പറയുന്ന 5 പോയിന്റ്സ് എന്തെല്ലാന്ന് വെച്ചാൽ, ഫസ്റ്റ് സുപ്രീം കോടതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചീഫ് ജസ്റ്റിസുമാരെ പോലെയുള്ള ആൾക്കാർ ഒരു തരത്തിലും ഗവൺമെന്റിന്റെ രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള പോസ്റ്റുകളിലേക്കോ നിയമിക്കാൻ പാടില്ല. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ വരണം. രണ്ടാമത് ലേഡീസ് ഷുഡ് ബി 50% പ്രിവിലേജ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ലേഡീസിന് പുരുഷന്മാരെ പോലെ തന്നെ 50% പ്രാതിനിധ്യം കൊടുക്കണം. മൂന്നാമതായിട്ട് പറയുന്ന ഡിഫെക്ഷൻ ലോ, അതായത് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അസംബ്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പാർട്ടി മാറിക്കൊണ്ട് വേറെ പാർട്ടിയിലേക്ക് പോകുന്നത് തടയുന്നതിനുള്ള നിയമം. നാലാമതായിട്ട് പറയുന്ന നീറ്റ് പോലുള്ള എക്സാമുകൾ നടക്കുമ്പോൾ ആ എക്സാമിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പരിപാടി. അഞ്ചാമതായിട്ട് പറയുന്നത് ഇതെല്ലാം ഗവൺമെന്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ബോഡി, സ്ട്രിക്റ്റ് ഗവർണിംഗ് ബോഡി ഉണ്ടാണെന്നാണ്. അപ്പൊ ഇവരെ മാനിഫെസ്റ്റോ അടിപൊളിയാണ്. 5 ഗവൺമെന്റ് നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമായിട്ട് ഇന്ത്യയിൽ വരുമോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ TVK, തമിഴ് വെട്ടിക്കൈ കക്ഷി എന്ന് പറഞ്ഞിട്ട് വിജയിന്റെ പാർട്ടി ഇന്നലെ വന്നിട്ട് ഇന്ന് ജയിച്ചതല്ല. അവരൊരു 10 years ബാക്ക് ആയിട്ടും വിജയുടെ എല്ലാ മേഖലയിലും, തമിഴ്നാടിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള എല്ലാ മേഖലയിലുമുള്ള ഫാൻ ക്ലബ്ബുകൾ അവരൊരു കേഡർ രൂപത്തിലുള്ള പാർട്ടിയായി രൂപീകരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അവർ നോർമലായിട്ടുള്ള ഫാൻസ് ക്ലബ്ബ് ചെയ്യുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, അതുപോലെ തന്നെ ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, അതുപോലുള്ള എല്ലാ പ്രോഗ്രാംസും കൂടി ഒരു ഫാൻസ് ക്ലബ്ബ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അപ്പം അതിനെ ഒരു പാർട്ടിയാക്കി മാറ്റിയതിന് ശേഷം 10-15 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഈ 1 year കഴിഞ്ഞ വർഷം പാർട്ടി ഉണ്ടാക്കുകയും ഈ വർഷം റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തത്. അതൊക്കെ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ഓൺലൈനിൽ ഒരു സോ കോൾഡ് CJP എന്ന് പറഞ്ഞ ഓൺലൈൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതൊരു പാർട്ടിയായി രൂപീകരിക്കപ്പെട്ട് അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒരു കേഡർ രീതിയിലേക്ക് വരണമെങ്കിൽ മിനിമം 5 to 10 years വേണം. അപ്പം അങ്ങനെ ഒരു സംഘടിതമായിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോം മാത്രമേ ചേഞ്ച് ഉണ്ടാക്കൂ. ഇന്നലെ ഒരു സംഭവം ഉണ്ടാക്കി നാളത്തേക്ക് അത് നത്തിങ് ഗോയിങ് ടു ഹാപ്പൺ. ഇത് ചുമ്മാ ഒരു ക്ലബ്ബ് പോലെ അവിടെ ഫോർമേഷൻ ഉണ്ടാക്കാം, ആന്റി ഗവൺമെന്റ് ഒരു വികാരം ഉണ്ടാക്കാം എന്നല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു റിഫോർം അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ നമ്മുടെ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ നേപ്പാളിലൊക്കെ ഉണ്ടാക്കി അത് ബൈ ഓൺ ദ റോഡ് ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിലാണ് അവരുള്ളത്. ഡെമോക്രസിയുടെ ഏറ്റവും പില്ലറായിട്ടുള്ള സമരങ്ങളിലൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ജെൻസി മൂവ്മെന്റ്സ് എല്ലാം വന്നിട്ടുള്ളത്. ഓൺലൈനിൽ ഇരുന്നു കൊണ്ട്, വീടിന്റെ സുരക്ഷിതങ്ങളിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു നേതാവ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ഒരു കോക്രോച്ച് നേതാവ് പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിലുള്ള സോ കോൾഡ് കോമൺ ജെൻസി റോഡിലേക്ക് ഇറങ്ങാനോ സമരം ചെയ്യാനോ അടികൊള്ളാനൊന്നും ഇന്ത്യൻ
ജൻസി പ്രാപ്തമല്ല, അല്ലെങ്കിൽ അവർ അതിനിപ്പോൾ ഉള്ള മാനസികമായുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഇതൊരു സോഷ്യൽ ഓൺലൈൻ മൂവ്മെന്റ് മാത്രമായി ഒതുങ്ങാനേ പോകുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറം ഒന്നും വരാൻ പോകുന്നില്ല. ഇത് കുറേ കുട്ടികൾ വേണമെങ്കിൽ ഇതിൻ്റെ പേര് പ്ലക്കാർഡുമായിട്ട് റോഡുമ്പിൽ ഇറങ്ങും. അതുപോലെ തന്നെ മോഡിൻ്റെ പോലീസുകാർ വന്നിട്ട് എല്ലാത്തിനെ അടിച്ചു ഓടിക്കും, അല്ലെങ്കിൽ ജലപീരങ്കി അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് എല്ലാത്തിനെ അടിച്ചു ഓടിക്കും, എല്ലാവരും പുറക്ക് പോയിട്ട് കിടന്നുറങ്ങും. അതിൻ്റെ അപ്പുറത്തേക്കുള്ള റിഫോം ലെവലിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് സ്ട്രക്ചറൽ ചേഞ്ച് ബൈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ഘടകങ്ങളിൽ നിന്ന് തുടങ്ങിക്കൊണ്ടൊരു പാർട്ടി ലെവലിലേക്ക് പോയാൽ മാത്രമേ ഇത്രയും വർഷങ്ങൾ ഭരിച്ച ഒരു പാർട്ടിയെ ഒന്ന് ഇളക്കാനെങ്കിലും പറ്റൂ. അല്ലാതെ ഓൺലൈൻ റിഫോം മാത്രമായി ചുരുങ്ങാനേ പോകുന്നുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.